ഏകാന്തത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി NMR റോഷാക്കുന്ന ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു തിരുമലയിൽ CATക്ക് വേണ്ടി ഇഷ, പ്രവാസിക്ക് വേണ്ടി ടിറ്റു ആന്റണി, വ്യാപാരി പെൻഷനേഴ്സ് അസോസിയേഷന് വേണ്ടി വിശ്വംഭരൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ സെൻട്രലിന് വേണ്ടിയിട്ട് PS പരമേശ്വരൻ സാർ, ട്രേഡേഴ്സ് യൂണിയന് വേണ്ടി സഖാവ് രാധാകൃഷ്ണൻ, മംഗള അസോസിയേഷന് വേണ്ടി രാജി, PKSന് വേണ്ടി ദൈവാനുചേരി, വ്യാപാരി വ്യവസായിക്ക് വേണ്ടിയിട്ട് പ്രസാദ അവളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, അദ്ദേഹത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ, കേരളം ഇടതുപക്ഷം ഭരിക്കണമെന്നതിനെ കുറിച്ചും ഇടതുപക്ഷം ഭരിച്ചാൽ നാടിനുണ്ടാവുന്ന നന്മയും നേട്ടങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് മുന്നേ പ്രസംഗിച്ചാൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും വളരെ വിശദമായി. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലമായി വികസന കുതിപ്പ് തുടരുന്ന കേരളത്തിന് അതിന്റെ തുടർച്ചയായ മൂന്നാമത് വരുന്ന സഖാവ് പിണറായി ഗവൺമെന്റിലേക്ക് ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLA പാലക്കാട് നിന്ന് കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് വളരെയേറെ മാറ്റങ്ങൾ നവകേരളം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഏതാണ്ട് 1,16,000 കോടി രൂപയുടെ വികസനം സാധ്യമാക്കി. നമ്മുടെ ആരോഗ്യരംഗം, വെന്റിലേറ്ററിലായിരുന്ന ആരോഗ്യരംഗത്തിന് പുതുമോടി നൽകി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പുതിയ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ പൊതുവിദ്യാലയങ്ങൾ മറ്റു സ്വകാര്യ വിദ്യാലയങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പൊതുവിദ്യാലയങ്ങൾ, അതേപോലെ തന്നെ പവർ കട്ടുകളില്ലാത്ത, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം, അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദം ഇല്ലാത്ത നമ്മുടെ വൈദ്യുതി രംഗം, ഇതൊക്കെ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആ ഒരു തുടർ സർക്കാരിന് വേണ്ടിയിട്ട് മൂന്നാമതും നമുക്ക് നൽകാവുന്ന പിണറായി വിജയൻ സഖാവ് സർക്കാരിന്റെ ഭരണപക്ഷത്തേക്ക് ഒരു MLA കൊടുക്കാവുന്ന നമ്മൾ അതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങൾക്ക് പ്രാപ്യമാവുന്ന, ജനങ്ങൾക്ക് അടുത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിർഭാഗ്യവശാൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അങ്ങനെയുള്ള ജനപ്രതിനിധിയെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതിന്റെ ഖേദം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാഗ്ദാനം മാത്രമേ നൽകാനുള്ളൂ. നിങ്ങൾ അറിയുന്ന പാലക്കാട്ടുകാരനായ കയ്യെത്തും ദൂരത്തുള്ള ഒരു MLA ആയി എന്നും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് എന്നെ തേടി അന്യ ജില്ലകളിലേക്ക് പോകേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നീട്ടി വിളിച്ചാൽ ഓടിയെത്തുന്ന ദൂരത്തിരിക്കുന്ന ഒരു MLA ആയി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ ഇങ്ങനെയൊരു സ്വീകരണം ഒരുക്കിയ അവരുടെ കമ്മിറ്റിക്ക് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹൃദയാഭിവാദികൾ.